കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 4.0. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇഗ്നോയുടെ മുൻകാല ചോദ്യ പേപ്പർ ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ടാണ്. PG പേപ്പർ ആയിട്ടുള്ള BRL 113യുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള നമ്മുടെ TE എക്സാം എല്ലാം കൺസിഡർ ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്തതിനു ശേഷമാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹൈലി പ്രോബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പാർട്ടുകൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ടൈം നമുക്ക് അനാവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വേസ്റ്റ് ആക്കി കളയാതെ ഇമ്പോർട്ടന്റ് ആയാലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. അപ്പൊ ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടുള്ള ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും പറയാനുള്ളത് സിലബസ് മാപ്പിംഗ് തന്നെയാണ്. നമ്മുടെ സിലബസിനെ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം മോസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ്ലി കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാമുകളൊക്കെ വെച്ചുകൊണ്ട് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്, അത് ഏത് ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ എക്സാം എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എഴുതേണ്ടതായിട്ട് എഴുതേണ്ടത് എക്സാം പാറ്റേൺ അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് നമ്മൾ എടുത്ത് തന്നെ പറയുന്നത്. റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റി പ്രഡിക്ഷൻ. ഇനി നമുക്കൊരു പ്രോബിലിറ്റി നമുക്ക് ഇനി വരാൻ പോകുന്ന നമ്മുടെ 2025 ഇനി വരാൻ പോകുന്ന നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻസ് ഏത് രൂപത്തിൽ വരാനാണ് ചാൻസ് എന്നുള്ള രൂപത്തിൽ അത് എത്രത്തോളം നമുക്കൊരു പ്രോബിലിറ്റി ഉണ്ട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ള ആ ഒരു പ്രോബിലിറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എത്ര പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു പ്രോബിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഡിക്ഷൻ നമ്മൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മളൊരു ഈ പ്രഡിക്ഷൻ പറയാൻ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും നമ്മളൊരു ഇനി വരാൻ പോകുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കീംസ്. ക്വസ്റ്റ്യൻ മാത്രമല്ല ആൻസേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ആൻസേഴ്സും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ആൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക നമ്മുടെ ലേൺവേഴ്സിന്റെ ആപ്പിനകത്ത് മാത്രമായിരിക്കും. അപ്പൊ നമ്മുടെ ലേണേഴ്സിന് അത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ മെത്തഡോളജി ഫോളോ ഔട്ടിനകത്താണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പേപ്പർ BRL 113 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേപ്പറിനകത്ത് ആ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഹൈലി പ്രോബിലിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ തന്നെ എല്ലാവരും നന്നായിട്ട് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയായിരുന്നു ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് പാറ്റേൺ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ സിലബസ് മാപ്പിംഗ് ആണ് നമ്മൾ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എല്ലാം നമ്മൾ എക്സാം റിലവൻസോട് കൂടി തന്നെയാണ് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ബാർ ചാർട്ട് ആണ്. ബാർ ചാർട്ട് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ ടോപ്പിക്കിന്റെയും ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിന്റെയും ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് നമുക്ക് ഒറ്റയടിക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു പേപ്പറിനകത്ത് മെയിൻ ആയിട്ടും 12 ബ്ലോക്കുകളാണ് ഉള്ളത്. അപ്പൊ കൂടുതലായിട്ടും വരുന്നത് ആ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 14 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് വന്ന് കണ്ടിട്ടുണ്ട്.
മീൻസ് ഇതുവരെയുള്ള ഒരു 5 സൈക്കിളിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ അതിനകത്ത് ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഏകദേശം ഒരു 14 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ബ്ലോക്കാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് 6th ബ്ലോക്കും അതേ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുത്ത് പഠിക്കേണ്ട ഒരു ബ്ലോക്ക് തന്നെയാണ്. കാരണം 12 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ നിന്ന് വന്ന് കണ്ടിട്ടുള്ളത്. അതേപോലെ തൊട്ട് പുറകിൽ നമ്മൾ 9th ബ്ലോക്കിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ബ്ലോക്ക് വൈസുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കാം. നെക്സ്റ്റ് നമ്മൾ ഓരോ യൂണിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിൽ ആ ഒരു പോയിന്റ് ഡാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് കാണിക്കുന്നത് ഹൈ പ്രോബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഹൈലി ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഒരു മീഡിയം ലെവലിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു 5 to 9 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ഇതിനെ മീഡിയത്തിലോട്ടാണ് പറയുന്നുണ്ടാവുക. ഈ 10 അല്ലെങ്കിൽ എബവ് 10 ആണെങ്കിൽ ഹൈലി നമ്മൾ പറയും. ലോ നമ്മൾ പറയുന്നുണ്ടാവുക ഒരു 5 ബിലോ ആണെങ്കിലാണ് നമ്മൾ ലോ പ്രോബിലിറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസ് ഉള്ള ഒരു ഡിവിഷൻ ആണ് നമ്മൾ തന്നിട്ടുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യന്റെ കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ എന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. ഹൈലി ഡാർക്ക് ആയിട്ട് കിടക്കുന്നതാണ് ഫസ്റ്റ് ബ്ലോക്കിലാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന ടോപ്പിക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സിലബസ് മാപ്പിങ്ങിലോട്ട് പോവാം. സിലബസ് മാപ്പിംഗ് ഒരു ടേബിളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ബ്ലോക്കും യൂണിറ്റും ഏത് ടോപ്പിക്കാണ് അതിനകത്ത് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിന്റെ റെലവൻസ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അതായത് ടോപ്പിക് ആയ കൺസെപ്റ്റ്, ഫീച്ചേഴ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്നുള്ള ഒരു ടോപ്പിക്. ഈ ടോപ്പിക് ഏകദേശം ഒരു 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മീഡിയം റേഞ്ച് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടാണ് 10 എബോവ് ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ഹൈ റെലവൻസ് നമ്മൾ പറയാ. ഒരു 5 to 9 വരുന്ന സമയത്ത് നമ്മളൊരു മീഡിയം റെലവൻസിലോട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ആയിട്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് തന്നെ ഫസ്റ്റ് യൂണിറ്റിലുള്ള വേറൊരു ടോപ്പിക് കൂടെ വരുന്നുണ്ട്. ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ തിയററ്റിക്കൽ അപ്രോച്ചസ്, അതുപോലെ അതിന്റെ ചാലഞ്ചസും കൂടെ ചോദിക്കുന്നത്. അതും 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് മീഡിയം റെലവൻസ് ആണ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്ക് എന്നുള്ളതാണ്. സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് എന്നുള്ള ടോപ്പിക്കാണ് ടയർ പ്രാക്ടീസ്, നമ്മുടെ സിഗ്നിഫിക്കൻസ്, പ്രിൻസിപ്പിൾസ്. ഇത് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മീഡിയം ലെവലാണ് കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് തേർഡ് ബ്ലോക്കിൽ നിന്നുള്ള തേർഡ് യൂണിറ്റിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ റൈറ്റ്സ്, അതുപോലെ തന്നെ പ്രൊഫൈലിംഗ്. 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് മീഡിയം റെലവൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഫോർത്ത് ബ്ലോക്കിൽ ഫോർത്ത് യൂണിറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ലേബലിംഗ്. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ആണ് ഇതിന്റെ റെലവൻസ് വരുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ബ്ലോക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രീൻ വാഷിങ്ങും അതുപോലെ തന്നെ ഒബ്സൽസൻസും വാറന്റിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്. അതും മീഡിയം ലെവലിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത് നമ്മുടെ 6th ബ്ലോക്കിൽ നിന്നുള്ള ഡൈനാമിക് പ്രൈസിങ്ങും പ്രൈസ് ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ബോർഡിങ്ങും. ഇത് ഒരു 10 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ റെലവൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി 7th ബ്ലോക്ക് എന്നുള്ള പ്രൊമോഷൻ എത്തിക്സ്, അതായത് ട്രൂത്തും ആക്യുറസിയും അതുപോലെ തന്നെ അതിന്റെ മിസ്പ്രസന്റേഷൻ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അത് 6 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി 8th ബ്ലോക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻവെന്ററി മാനേജ്മെന്റ് അതുപോലെ തന്നെ പെറിഷബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഇതും 7 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മീഡിയം റെലവൻസ് ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് 9th ബ്ലോക്ക് എന്നുള്ള ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, HRM, റെപ്യൂട്ടേഷണൽ ഹസാർഡ്സ്. അതിലും തന്നെ 8 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി 10th ബ്ലോക്കിൽ CSR അതുപോലെ തന്നെ സോഷ്യൽ എൻവിയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ തന്നെ റീസൈക്ലിംഗ്, ഈ ഒരു ടോപ്പിക്ക് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ് വരുന്നത്. 11th ആണെങ്കിൽ കസ്റ്റമർ സർവീസ്, ഡിവെൻസസ്, ഫീഡ്ബാക്ക്. ഈ ഒരു ടോപ്പിക് 4 ടൈംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 4 ടൈംസ് ആയതുകൊണ്ട് തന്നെ ലോ റെലവൻസ് ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത്. ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള 12th ആയിട്ടുള്ള ഹെൽത്ത്, സേഫ്റ്റി, വർക്ക് പ്ലേസ് ബുള്ളിങ്. ഇതിൽ തന്നെ 3 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോ റെലവൻസിലാണ് നമ്മൾ ഈ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഹൈ, മീഡിയം, ലോ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ റെലവൻസ് കൊടുത്തിട്ടുള്ളത്. അത് എത്ര തവണ അപ്പിയർ ചെയ്തു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റെലവൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഇനി കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടില്ല ഒരു ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡൈനാമിക് പ്രൈസിങ്, പ്രൈസ് ഡിസ്ക്രിമിനേഷനും പ്രൈസ് ഗ്രോയിങ്ങും. ഇത് ബ്ലോക്ക് 6 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ച് കാണാറുണ്ട് ഡെഫിനിഷൻ ആയിട്ടും അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ടും അല്ലെങ്കിൽ അതിന്റെ കണ്ടംപററി റെലവൻസ് എഴുതാനൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ ലോങ് ഫോമിലും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ആയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. അതേപോലെ ഇമ്പോർട്ടൻസിൽ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന്റെ ഫീച്ചേഴ്സും പ്രിൻസിപ്പിൾസും ചാലഞ്ചസ് ഒക്കെ ബ്ലോക്ക് 1 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും തന്നെ എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതിന്റെ ഈ ഒരു ഹൈ ഇതായിട്ടുള്ള ഈ 3 ടോപ്പിക് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് പ്രോഡക്റ്റ് സേഫ്റ്റി, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഗ്രീൻ വാഷിംഗ്. ഇത് നമ്മുടെ ബ്ലോക്ക് 4 5 കൂടെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും തന്നെ നമുക്കൊരു റിയലിറ്റിക് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ കറണ്ട് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഒരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത്. ഇന്നത്തെ നമ്മൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യനകത്ത് പറയുന്നത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ ടൈപ്പാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് നോർമലി SA ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന പോലെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പോൾ SA ക്വസ്റ്റ്യൻ ആകുമ്പോൾ അറിയാലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ എലാബറേറ്റഡ് ഫോമിൽ നമ്മൾ എഴുതേണ്ട ഒരു ആൻസർ ആണെങ്കിൽ വരിക, നമുക്ക് SA എഴുതാനായിട്ട് വരിക. അപ്പം നന്നായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് നന്നായിട്ട് അനലൈസ് ചെയ്ത് എഴുതേണ്ട. നമുക്ക് ഏതൊരു കൺസെപ്റ്റ് ആണോ നമുക്ക് തന്നിട്ടുള്ളത് അതിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമുക്ക് SA എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ് വരുന്നത്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേ തന്നെ അറിയാം നമുക്ക് അതൊരു സബ് ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഷോർട്ടായിട്ട് നമുക്കൊരു ഷോർട്ട് നോട്ടായിട്ട് ചിലപ്പോൾ 1-2 ടോപ്പിക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പൊ അത് ആ രൂപത്തിൽ വെച്ചിരുന്ന് ഷോർട്ടാക്കിയിട്ട് തന്നെ എന്നാൽ പിന്നെ നന്നായിട്ട് ഒരു എക്സ്പ്ലനേഷൻ വേണം. ആ രൂപത്തിലാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ പാർട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പാർട്ട് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യനൊക്കെ ആക്കിയിട്ട് അപ്പൊ ഒന്ന് ഡെഫിനിഷൻ ചാലഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അതേപോലെ തന്നെ കേസ് സ്റ്റഡീസ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ എന്താണോ എന്തെങ്കിലും കറണ്ട് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ തന്നിട്ട് അതിനൊരു റിയൽ സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് കേസ് സ്റ്റഡി ഒക്കെ എഴുതാനായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ വരുന്ന ഫോർമാറ്റാണ് MCQ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. നോർമലി നമുക്ക് നമ്മുടെ എക്സാമിന് ഇങ്ങനെയുള്ള ഇന്റർലാൻഡ്സും അതുപോലെ തന്നെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടില്ല. ഇതിനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, പക്ഷെ ഇതുവരെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, നമ്മൾ നോക്കുന്നത് ഒരു ടേബിളിൽ നമ്മൾ തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വരുന്നത് SA ക്വസ്റ്റ്യൻസ് ആണ്. SA അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നോർമലി നമുക്കൊരു 10-20 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ 250 to 350 വേർഡ്സ് എങ്കിലും നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു 5 to 10 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു 100 to 150 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഡ്യുവൽ പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 ഡിവൈഡ് ചെയ്തിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു 15 to 20 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഒരു 100 to 175 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതണം. അത് കംപ്ലീറ്റ് അല്ല, ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളത്. അതിൽ ഒരെണ്ണം തന്നെ നമ്മൾ 100 to 175 വേർഡ്സ് എങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു.
ഈ നെക്സ്റ്റ് കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ സിനാരിയോസ് ആണ് വരുന്നത് എങ്കിൽ 10-20 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പോൾ 250 വേർഡ്സ് 300 വേർഡ്സ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് എത്രത്തോളമാണ് നമ്മൾ ഓരോ ആൻസറും എഴുതി കൊടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സെയിം തന്നെ നമ്മൾ ഈ ടേബിളിൽ തന്നിട്ടുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, ഡിസ്ക്രിപ്റ്റീവ് ഫോമാറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം എഴുതണം, അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് നോട്ട്സ് എത്രത്തോളം എഴുതേണ്ടതായിട്ടുണ്ട്, പാർട്സ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം വരുന്നുണ്ട്, അത് എത്ര മാർക്കിന് നമ്മൾ അത് എഴുതണം, എത്ര വേർഡ്സ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ കേസ് സ്റ്റഡി വരികയാണെങ്കിൽ എത്രത്തോളം എഴുതണം, നമ്മൾ ആ ഒരു ടേബിൾ അനലൈസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫോമാറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആവറേജ് മാർക്ക് സിലബസ് ബ്ലോക്ക്, ഒരു ബ്ലോക്കിൽ നിന്നും വരുന്ന ഒരു ആവറേജ് മാർക്സ് എത്രത്തോളം ഉണ്ട്, ആവറേജ് മാർക്സ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ 2024 ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ജൂൺ 2024 അതുപോലെ തന്നെ ഡിസംബർ 2024 ഈ ഒരു 2 സൈക്കിളിലെ എക്സാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആവറേജ് മാർക്ക് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബ്ലോക്ക്, ഫസ്റ്റ് ബ്ലോക്ക് ഒരു ജൂൺ 24 20 മാർക്സിനാണ് വന്നിട്ടുള്ളത് എങ്കിൽ ഡിസംബർ 24 18 മാർക്സിനാണ് ഫസ്റ്റ് ബ്ലോക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു ആവറേജ് മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 19 മാർക്സ് ആണ് ഫസ്റ്റ് ബ്ലോക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 19% ആണ് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത്. സെക്കൻഡ് ബ്ലോക്കിൽ നിന്നാണെങ്കിൽ ജൂൺ 24 8 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ ഡിസംബർ 24 വന്നപ്പോൾ 6 മാർക്സിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ആവറേജ് മാർക്ക് വരുന്നത് 7 മാർക്സ് ആണ്. 7 മാർക്സ് വരുമ്പോൾ 7% ആണ് ഇതിന്റെ ടോട്ടൽ നോക്കുന്ന സമയത്ത്. ഈ തേർഡ് ബ്ലോക്കിൽ നോക്കുന്ന സമയത്ത് 10 മാർക്സിനായിരുന്നു ജൂണിൽ ചോദിച്ചത് എങ്കിൽ ഡിസംബറിൽ 8 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആവറേജ് വരുന്ന സമയത്ത് 9% ആണ് വരുന്നുണ്ടാവുക. ഇനി ബ്ലോക്ക് 4 ആണെങ്കിൽ 10 മാർക്സിനായിരുന്നു ജൂണിൽ ചോദിച്ചതെങ്കിൽ ഡിസംബറിൽ 12 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു 11 ആണ് നമുക്ക് ആവറേജ് മാർക്സ് ഉള്ളത്. 11% ആണ് നമുക്കത് ആ ഒരു ബ്ലോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ബ്ലോക്ക് 5 ആണെങ്കിൽ 8 മാർക്സിനായിരുന്നു ജൂണിൽ ചോദിച്ചതെങ്കിൽ ഡിസംബറിൽ അത് 9 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 8.5 ആണ് ആവറേജ് മാർക്സ് വരുന്നത്. ഓക്കെ, ഈ 6th ബ്ലോക്ക് ആണെങ്കിൽ 14 മാർക്സിനായിരുന്നു ജൂണിൽ ചോദിച്ചതെങ്കിൽ 13 മാർക്സിനാണ് നമുക്ക് ഡിസംബർ സൈക്കിൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആവറേജ് വരുന്നത് 13.5 ആണ്. ഇനി ബ്ലോക്ക് 7 ആണെങ്കിൽ 8 മാർക്സിനായിരുന്നു ജൂണിൽ ചോദിച്ചതെങ്കിൽ ഡിസംബറിൽ ഒരു 7 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 7.5 മാർക്കാണ് നമ്മൾ ആവറേജ് പറയുന്നത്. അപ്പൊ 7.5% ആണ് അതിന്റെ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇനി ബ്ലോക്ക് 8 ആണെങ്കിൽ ജൂണിൽ 7 മാർക്സിനാണ് ചോദിച്ചതെങ്കിൽ ഡിസംബർ 8 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 7.5 ആണ് നമുക്ക് ആവറേജ് മാർക്സ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി 9th ബ്ലോക്ക് ഒരു 10 മാർക്സിനായിരുന്നു ജൂണിൽ ചോദിച്ചതെങ്കിൽ 9 മാർക്സിനാണ് ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആവറേജ് 9.5 ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 10 ആണെങ്കിൽ 8 മാർക്സ് ആയിരുന്നു ജൂണിൽ ചോദിച്ചതെങ്കിൽ 6 മാർക്സിനായിരുന്നു നമുക്ക് ഡിസംബർ സൈക്കിൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 7 മാർക്സ് ആണ് നമുക്ക് ആവറേജ് മാർക്സിനകത്ത് വരുന്നത്. 11th ബ്ലോക്ക് ആണെങ്കിൽ 7 മാർക്സിന് ജൂണിൽ ചോദിച്ചതെങ്കിൽ നമുക്ക് ഈ ഡിസംബർ സൈക്കിൾ ചോദിച്ചത് വന്നിട്ട് 4 മാർക്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ 5.5% ആണ് നമുക്ക് ഒരു ആവറേജ് മാർക്സ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഇനി ബ്ലോക്ക് 12 ആണെങ്കിൽ 4 മാർക്സിനായിരുന്നു ജൂണിൽ ചോദിച്ചത്, എന്നാൽ അത് ഡിസംബർ സൈക്കിൾ വന്നപ്പോഴേക്ക് കുറഞ്ഞ് 2 മാർക്സിന് മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ 3 മാർക്സ് ആണ് നമുക്ക് ആവറേജ് മാർക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിത് കൺസിഡർ ചെയ്തിട്ടുള്ളത് 2024 ജൂണിലെയും അതുപോലെ തന്നെ ഡിസംബർ സൈക്കിളിലെയും എക്സാം മാത്രം നോക്കിയിട്ടാണ് നമ്മൾ ഒരു മാർക്ക് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിന്റെ ട്രെൻഡ് അനാലിസിസ് ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫിക്കലി നമ്മളതിന്റെ ട്രെൻഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പാറ്റേണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഷോർട്ട് നമുക്കറിയാം ചെറിയൊരു ഇംഗ്ലീഷ് കാണുന്നുണ്ട്. ഷോർട്ട് നോട്ട് ചോദിക്കുന്നത് ചെറിയൊരു ഇംഗ്ലീഷ് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ അനലൈസ് ചെയ്ത ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കേസ് സ്റ്റഡി ആൻഡ് സിനാരിയോസ് ആണെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടാണ്, അധികം അങ്ങനെ ചോദിച്ച് കാണുന്നില്ല. കേസ് സ്റ്റഡി സിനാരിയോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കേസ് സ്റ്റഡീസ് അധികം നമുക്ക് ചോദിച്ച് കാണാറില്ല, റയർ ആയിരുന്നു. നമുക്ക് ഡിസംബർ സൈക്കിൾ വരുന്ന സമയത്ത് അത് ഡബിൾ ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചോദിച്ച് കാണുന്നുണ്ട് ഇപ്പൊ കേസ് സ്റ്റഡീസ്.
അതുപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് നോർമലി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറുള്ളത്. എന്നാൽ ഈ ഷോർട്ട് നോട്ട്സ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ചെറിയൊരു ഡിക്രീസ് നമുക്ക് എസ് എനെക്കാട്ടും ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ BRL 113 എന്ന് പറയുന്ന ഈ പേപ്പർ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. നമുക്ക് 3 മണിക്കൂറായിരിക്കും ടൈം കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആ കിട്ടുന്ന ടൈമിൽ എങ്ങനെ നമുക്കൊരു 100 മാർക്കിന് എഴുതിയെടുക്കാം എന്നുള്ളത് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം കിട്ടുന്ന സമയം നമ്മൾ കൂടുതലായിട്ടും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ വെയിറ്റേജ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ഷോർട്ട് നോട്ടും അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനായിട്ട് സമയം നമുക്ക് പിന്നെ അത് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നോർമലി ഒരു 1 hour 40 minutes ഒക്കെ നമുക്ക് ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ എടുക്കാം. അതേപോലെ തന്നെ 35 minutes ഒക്കെ നമുക്ക് ഷോർട്ട് നോട്ട്സിനും 35 minutes ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിനും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതുപോലെ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലാസ്റ്റ് 10 minutes ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഈ ഒരു 3 hours നമുക്കൊന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ 100 മാർക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ രൂപത്തിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഈ റിപ്പീറ്റഡ്ലി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 10 ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഇത് നമുക്ക് ഏകദേശം ഒരു 7 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡിഫൈൻ ബിസിനസ് എത്തിക്സ്, ഡിസ്കസ് വേരിയസ് ചാലഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻസ്. ഇതും തന്നെ നമുക്കൊരു 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ ഫെയർ ട്രേഡ് പ്രാക്ടീസ്, ഡിസ്ക്രൈബ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ സൊസൈറ്റി. ഇത് തന്നെ 6 ടൈംസ് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഡിസ്കസ് കൺസ്യൂമേഴ്സ് റൈറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ, ഹൗ ക്യാൻ ഡാറ്റ സ്റ്റോറേജ് ബി സെക്യൂർഡ്. അപ്പൊ ഇതും തന്നെ നമുക്കൊരു 5 ടൈംസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ ഡൈനാമിക് പ്രൈസിംഗ്, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഔട്ട്ലൈൻ ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ 6 ടൈംസ് ചോദിച്ചു വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ഡിസ്കസ് ഡിഫറൻസ് ആസ്പെക്ട്സ് ഇൻവോൾവ് ഇൻ പ്രോഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതെ, രണ്ട് ആസ്പെക്റ്റും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതൊരു 5 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ പ്രാക്ടീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ, ഡിസ്കസ് എത്തിക്കൽ പ്രാക്ടീസ് ഇൻ മാനേജിംഗ് പെരിഷബിൾ പ്രോഡക്ട്സ് വിത്ത് എക്സാമ്പിളോട് ചേർത്ത് വേണം എഴുതാനായിട്ട്. ആദ്യം നമ്മൾ എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതണം. എത്തിക്കൽ പ്രാക്ടീസസ് ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് എത്തിക്കൽ പ്രാക്ടീസ് മാനേജ് ചെയ്യുന്നത് പെരിഷബിൾ പ്രോഡക്ട്സിന്റെ അത് മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് എത്തിക്കൽ പ്രാക്ടീസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട് അത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 5 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ആൻ ഇൻക്ലൂസീവ് വർക്കിംഗ് എൻവിറോൺമെന്റ്, ഹൗ ക്യാൻ ഇറ്റ് ബി പ്രൊമോട്ടഡ്. അത് ഇൻക്ലൂസീവ് വർക്കിംഗ് എൻവിറോൺമെന്റിന്റെ അഡ്വാൻറ്റേജ് പറയുക, എങ്ങനെയാണ് നമ്മളിതിനെ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ പറയാം. 5 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ ഗ്രീൻ വാഷിംഗ്, ഹൗ ഡു കംപ്ലീറ്റ് അവോയ്ഡ് ഇൻ പ്രാക്ടീസ്. ഗ്രീൻ വാഷിംഗ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. 4 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എപ്പോഴും നോർമലി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. CSR ഡിസ്കസ് ഡിഫറെന്റ് കാറ്റഗറീസ്, ഏതൊക്കെയാണ് ഡിഫറെന്റ് കാറ്റഗറീസ് ഉള്ളത്. 5 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നമ്മളൊരു ഫ്രീക്വൻസി ടേബിൾ ആണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏത് ടോപ്പിക് ആണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, അതേപോലെ തന്നെ ഏത് ബ്ലോക്ക് എന്നാണ്, അത് ഏത് യൂണിറ്റിലാണുള്ളത്, അത് എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് എത്ര മാർക്കിനാണ് എന്നുള്ളത് ആവറേജ് മാർക്കാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ.
നോർമൽ എത്ര മാർക്കും ചോദിക്കും എന്നുള്ളതല്ല, നമ്മളത് കമ്പയർ ചെയ്തിട്ട് ഏകദേശം ആവറേജ് മാർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. കൺസെപ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഏതൊക്കെയാണ് ബിസിനസ് എത്തിക്സിന്റെ പ്രിൻസിപ്പിൾസ് ഉള്ളതും കൂടെ പറയാം. ഒന്നാമത്തെ ബ്ലോക്കിലാണ്, അതുപോലെ തന്നെ ഒന്നാമത്തെ യൂണിറ്റിനാണ് വന്നിട്ടുള്ളത്. 7 times ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ആവറേജ് മാർക്ക് 15 മാർക്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഡിഫൈൻ ബിസിനസ് എത്തിക്സ്, ഡിസ്കസ് വേരിയസ് ചാലഞ്ചസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻസ്. എന്താണ് ബിസിനസ് എത്തിക്സും അതേപോലെ തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചാലഞ്ചസ്. ഒന്നാമത്തെ ബ്ലോക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6 times ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 15 മാർക്സാണ് ആവറേജ് മാർക്സ് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ പ്രൈവറ്റ് പ്രാക്ടീസ്, ഡിസ്ക്രൈബ് ദി സിഗ്നിഫിക്കൻസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയുടെ സിഗ്നിഫിക്കൻസ് കൂടെ ചേർത്ത് വേണം നമ്മൾ എഴുതാനായിട്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 6 times ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. 10 മാർക്സാണ് ആവറേജ് മാർക്ക് വരുന്നത്. നെക്സ്റ്റ്, ഡിസ്കസ് കൺസ്യൂമേഴ്സ് റൈറ്റ് ഇൻ ടേംസ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ. ഡാറ്റ പ്രൊട്ടക്ഷൻ എന്താന്നുള്ളതാണ്. നെക്സ്റ്റ്, ഹൗ ക്യാൻ ഡാറ്റ സ്റ്റോറേജ് ബി സെക്യൂർ. ഡാറ്റ സ്റ്റോറേജ് എങ്ങനെ നമുക്ക് സെക്യൂർ ചെയ്യാം എന്നുള്ളതോട് ചോദിച്ചിട്ടുണ്ട്. തേർഡ് ബ്ലോക്കിൽ നിന്നാണ്, തേർഡ് യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 times ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 15 മാർക്സാണ് ആവറേജ് മാർക്ക് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഡൈനാമിക് പ്രൈസിംഗ്, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഔട്ട്ലൈൻ ബേസിക് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പൊ ഡൈനാമിക് പ്രൈസിംഗ് എന്താണെന്ന് വേണം, അതുപോലെ തന്നെ ഏത് ഫാക്ടറുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വേണം, അതേപോലെ തന്നെ ബെനിഫിറ്റും ലിമിറ്റേഷൻസും എന്തൊക്കെയാണുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് 6th ബ്ലോക്കിൽ നിന്നാണ്, 6th യൂണിറ്റ് ആണ്. 6 times ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 15 മാർക്സാണ് ആവറേജ് മാർക്ക്. നെക്സ്റ്റ്, ഡിസ്കസ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഇൻവോൾവ്ഡ് ഇൻ പ്രോഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഇവിടെ പ്രോഡക്റ്റ് സേഫ്റ്റി അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളും ഈ 2 ആസ്പെക്ട് അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ബ്ലോക്ക് 4 എന്നാണ്, ബ്ലോക്ക് യൂണിറ്റ് 4 എന്നുമാണ്. 5 times ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. Next, explain the importance of ethical practice in the distribution chain. Discuss ethical practice in managing perishable products. Example, നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. എക്സാമ്പിൾ സഹിതമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. പെരിഷബിൾ പ്രൊഡക്ട്സിന്റെ എത്തിക്കൽ പ്രാക്ടീസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, 8th ബ്ലോക്ക് എന്നുള്ളതാണ്, 8th യൂണിറ്റ് എന്നുള്ളതാണ്. 5 times ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 15 മാർക്സാണ് ആവറേജ് മാർക്ക് വരുന്നത്. What are the advantages of an inclusive working environment? How can it be promoted? അപ്പൊ ഇൻക്ലൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്താണെന്ന് നമുക്കറിയണം, അതിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറയണം. അതേപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു, ഇങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളത് കൂടെ നമ്മൾ പറയണം. 9th ബ്ലോക്ക് എന്നുള്ളതാണ്, 9th യൂണിറ്റിലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. 5 times ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി, വാട്ട് ഈസ് മീൻ ബൈ ഗ്രീൻ വാഷിംഗ്? ഹൗ ഡു കമ്പനീസ് അവോയ്ഡ് ഇൻ പ്രാക്ടീസ് ഗ്രീൻ വാഷിംഗ്? എന്താന്ന് എഴുതുന്ന കമ്പനീസ് എങ്ങനെയാണ് ഈ പ്രാക്ടീസിലൂടെ ഇത് അവോയ്ഡ് ചെയ്യുന്നത് കൂടെ നമ്മൾ എഴുതണം. ബ്ലോക്ക് 5 എന്നാണ്, യൂണിറ്റ് 5 എന്നാണ്. 4 times ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് 15 മാർക്സാണ് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇസ് മീൻ ബൈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? PSR എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള കൂടെ പറയണം. ബ്ലോക്ക് 10 എന്നാണ്, യൂണിറ്റ് 10 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 times ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആവറേജ് മാർക്ക് 15 മാർക്സാണ് വരുന്നത്. നെക്സ്റ്റ്, നമുക്കൊരു അഡ്വൈസ് ആണ് എങ്ങനെ നമുക്കത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. ഒന്ന് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി കുറച്ച് സമയത്ത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ എഴുതാനായിട്ട് നോക്കുക. ആൻസർ നമ്മളത് വീട്ടിൽ നിന്നാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയൊക്കെ പഠിക്കാനായിട്ടൊക്കെ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് എക്സാം പോയി ചെന്നാൽ നന്നായിട്ട് എഴുതി പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലൊക്കെ പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കിക്കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മൾ എഴുതി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എഴുതിയ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ക്ലാരിറ്റി ഉണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടോപ്പ് 10 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാതെ ഒരു തവണയല്ല പല തവണകളായിട്ട് നിങ്ങളത് നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വിഷ്വലൈസേഷൻ ആണ്, നമ്മുടെ ഒരു പൈ ചാർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് 10 വരുന്ന റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം 65% ചോദിക്കാൻ ഒരു ചാൻസ് ഉള്ളതാണ്. അതർ ടൈപ്സ് ആണ് നമുക്ക് 35
വരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ മാത്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഏത് ബ്ലോക്ക് എന്നുള്ളതാണ്, ഏത് യൂണിറ്റ് എന്നാണ്, ഏതാണ് ആ ടോപ്പിക്ക്, എത്രത്തോളം പ്രോബിലിറ്റി ഉണ്ട് ചോദിക്കാൻ, ഏതൊക്കെ തന്നെ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്കും ഫസ്റ്റ് യൂണിറ്റ് എന്നുള്ള ടോപ്പിക്കാണ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഇത് 70% പ്രോബിലിറ്റി ഉള്ളൊരു ടോപ്പിക്കാണ്. ഹൈ പ്രോബിലിറ്റിനെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ചാലഞ്ചസ് ഇൻ ഇംപ്ലിമെന്റേഷൻ, ഇതും ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റ് എന്നുള്ളതാണ്. 60% ആണ് പ്രോബിലിറ്റി വരുന്നത്. ഒരു മീഡിയം ലെവലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഫയർ ഫൈഡ് പ്രാക്ടീസ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ഇത് സെക്കൻഡ് ബ്ലോക്ക് എന്നുള്ള സെക്കൻഡ് യൂണിറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 50 ആണ് നമുക്ക് പ്രോബിലിറ്റി പറയാൻ പറ്റുന്നത്, മീഡിയം ലെവലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി തേർഡ് ബ്ലോക്ക് എന്നുള്ള കൺസ്യൂമർ റൈറ്റ്സ് ഇൻ ഡാറ്റ പ്രൊട്ടക്ഷൻ, ഇതൊരു 50% പ്രോബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മീഡിയം ലെവലാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പറയുന്നത്. ഫോർത്ത് വൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഫോർത്ത് ബ്ലോക്ക് എന്നാണ്. 50% പ്രോബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മീഡിയം ലെവൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ബ്ലോക്ക് എന്നുള്ള ഗ്രീൻ വാഷിംഗ്, 40% ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, മീഡിയം ലെവലാണ് നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത്. സിക്സ്ത് ബ്ലോക്ക് എന്നുള്ള ഡൈനാമിക് പ്രൈസിംഗ് ഫാക്ടേഴ്സ് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്, ഇത് തന്നെ 60% ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, മീഡിയം ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എയ്ത്ത് ബ്ലോക്ക് എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ എത്തിക്സ് ആൻഡ് പെരിഷബിൾ പ്രോഡക്ട്സ്, ഇത് തന്നെ 50% പ്രോബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മീഡിയം ലെവലാണ്. നെക്സ്റ്റ് നയൻത്ത് ബ്ലോക്ക് എന്നുള്ള ഇൻക്ലൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ്, 50% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇത്, അല്ലെങ്കിൽ മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻസിലാണ് വരുന്നത്. 10th ബ്ലോക്ക് എന്നുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, 50% കൊടുക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മീഡിയം ലെവലാണ് ഇതിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി 7th ബ്ലോക്ക് എന്നുള്ള ട്രൂത്ത്ഫുൾനെസ് ഇൻ പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസ്മെന്റ്, 30% ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 30% ആയതുകൊണ്ട് തന്നെ പ്രോബിലിറ്റി ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ലോ കാറ്റഗറിയിലാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് 11th ബ്ലോക്ക് എന്നുള്ള ഗിവൻസ് ഹാൻഡ്ലിംഗ്, 20% ചോദിക്കാൻ ഒരു പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ലോ കാറ്റഗറിയിലാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വൺ ആയിട്ടുള്ള 12th ബ്ലോക്ക് എന്നുള്ള ഒക്കുപേഷണൽ ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി, 20% ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഒരു പ്രോബിലിറ്റി 20% ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ലോ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. നമ്മൾ തന്നിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിന്റെ ജസ്റ്റിഫിക്കേഷൻസ് ആണ്, എന്തൊക്കെയാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ കൺസെപ്റ്റും എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ എത്രയാണ് ഇതിന്റെ പ്രോബിലിറ്റി വരുന്നത്, അതേപോലെ അത് ഏത് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഇതാണ് തന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് നമുക്കറിയാം, ഹൈലി വരുന്നത് 70% എബോവ് ആണെങ്കിലും നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് വരുന്നുണ്ടാകുന്നു. ഓക്കെ, ഇനി ആ തന്നിട്ടുള്ള പ്രയോറിറ്റി ലിസ്റ്റിലാണ് റൈറ്റ് ഔട്ട് മോഡേൺ ആൻസേഴ്സ്, ടെസ്റ്റ് റീപോർട്ട്, റിവൈസ് ഡയഗ്രാംസ്, ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കുക, എങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം നിങ്ങളത് നോക്കുക, ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച ടോപ്പിക്സ്, ഏത് രൂപത്തിലാണ് നമുക്കതിനെ പഠിച്ചെടുക്കാൻ പറ്റുന്നത്, എങ്ങനെ നമുക്കതിന് പഠിക്കാം, എങ്ങനെ നമുക്കതിന് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് പഠിക്കാനുള്ള രൂപത്തിലൊക്കെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ നിങ്ങൾ ഹൈ ടോപ്പിക് ഉള്ളത്. മീഡിയം ലെവലിൽ നിങ്ങൾ പറഞ്ഞത് 40 to 69% ആയിരിക്കും. അപ്പൊ ഇതിനകത്തും തന്നെ ഒരുപാട് ടോപ്പിക്കും കാര്യങ്ങളും നമ്മൾ മീഡിയം ലെവലിൽ ചോദിക്കുന്ന ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും തന്നെ ഒരു ഫ്ലാഷ് കാർഡ്സോ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള പേപ്പർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടൊക്കെ നന്നായിട്ട് തന്നെ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലതായിരിക്കും പഠിക്കാനായിട്ട്. ഇനി എഴുതുന്ന സമയത്ത് ഇൻട്രഡക്ഷൻ കോൺവേഴ്സിനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ, ഇനി ലോ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ നമ്മൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതുപോലെ ഷോർട്ട് ആൻസർ ടൈപ്പിലൊക്കെ മിക്കവാറും വരുന്നല്ലോ. അപ്പൊ ആ രൂപത്തിലൊക്കെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ഇനി വിഷ്വൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ഹൈയിൽ തന്നിട്ടുള്ളത് റെഡ് കളറാണ്, ഓറഞ്ച് കളർ വരുന്നത് മീഡിയം ലെവലാണ്, യെല്ലോ വരുന്നത് ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. അതും തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി
കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പ്രോബിലിറ്റി എങ്ങനെ കണ്ടെന്നുള്ളതാണ് ഇത്ര തവണ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഡിവൈഡ് ബൈ ടോട്ടൽ പേപ്പേഴ്സ്, എത്ര പേപ്പേഴ്സ് ഉണ്ട് അത് ഡിവൈഡ് ചെയ്യുന്നത് 100 ചേഞ്ചിലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിന്റെ പ്രോബിലിറ്റിയുടെ പെർസെൻറ്റേജ് കിട്ടുന്നത് ഹൈ, മീഡിയം, ലോ എന്നുള്ള ഒരു പെർസെൻറ്റേജ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ തരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അടുത്തായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ എക്സാം നടക്കുന്നത് 100 മാർക്സിലോട്ടാണ്. 3 മണിക്കൂറായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. കറക്റ്റ് ടൈം എഴുതിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഇവല്യൂഷൻ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ ഇന്ത്യൻ റീറ്റെയിൽ, highlighting 3 key historical milestones, discuss the major principles of business ethics relevant to today's digital workplace. അപ്പോൾ ഇവിടെ നമുക്കൊരു തിയറിയും വന്നിട്ടുണ്ട്. ആ തിയറിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് റിയൽ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്തറിയണം, എന്താണ് നമ്മുടെ ഇന്ത്യൻ റീറ്റെയിലിന്റെ എത്തിക്സും ബിസിനസ് എത്തിക്സും നമുക്ക് അറിയണം. അതുപോലെ തന്നെ അതിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. അതിന്റെ ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോണിൽ വരുന്ന 3 കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ ആ ഒരു പ്രിൻസിപ്പിൾസ് അത് എഴുതുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസിനെ റെലവെന്റ് ടോപ്പിക് ആണ്. അപ്പൊ അത് എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. ഒന്നാമത്തെ ബ്ലോക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ റീറ്റെയിൽ ചെയിൻ റീസെന്റ് ഓഡിറ്റ് ഫൗണ്ട് ദാറ്റ് out of 500 products labeled eco-friendly, 150 failed to meet actually sustainability standards. Unlike the ethical and legal implications of these findings, proposed a structured corrective action plan for the company. ഒരു 500 പ്രോഡക്റ്റ് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 20 പ്രോഡക്റ്റ് ലേബിൾ ചെയ്തപ്പോൾ 150 ഫെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് അതിന്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് നമുക്ക് വരിക എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് എഴുതണം. അതേപോലെ തന്നെ ഇനി ഒരു ആക്ഷൻ പ്ലാനും കൂടെ, കമ്പനിക്ക് വേണ്ട ഒരു ആക്ഷൻ പ്ലാനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇതും തന്നെ 5th ബ്ലോക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഗ്രീൻ വാഷിംഗ് എന്നുള്ളൊരു ടോപ്പിക്കിൽ. അതേപോലെ തന്നെ ബ്ലോക്ക് 4 എന്നുള്ള പ്രൊഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, രണ്ടും കൂടെ മിക്സപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. 3rd ക്വസ്റ്റ്യൻ വരുന്നത് a supermarket regularly use dynamic pricing basis based on hourly demand. Given the following sales and the price table, calculate the average price per unit sold and evaluate whether these pricing strategies fair to all customers. ഇത് ആദ്യം നമ്മളത് അനലൈസ് ചെയ്യണം. അതിന് ശേഷം വേണം നമ്മളത് ഫയർ ആണോ അല്ലേ എന്നുള്ളത്, എല്ലാ കസ്റ്റമേഴ്സിനും ഫയർ ആണോ എന്നുള്ളത് നമ്മൾ പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, യൂണിറ്റ് സോൾഡും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് 6th ബ്ലോക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൈനാമിക് പ്രൈസിംഗും അതുപോലെ തന്നെ എത്തിക്കൽ പ്രൈസിംഗ് പ്രാക്ടീസും. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ഡിസ്കസ് 3 മെയിൻ ചാലഞ്ചസ് ഫേസ്ഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് എത്തിക്കൽ കോഡ്സ് ഓഫ് കണ്ടക്ട് അക്രോസ് മൾട്ടിപ്പിൾ ഫ്രാഞ്ചൈസ് സ്റ്റോർസ് ഇൻ ഇന്ത്യ. Illustrate your answer with examples from the retail sector and purpose practical solution for each challenge. അപ്പൊ നമുക്കൊരു ഫ്രാഞ്ചൈസ് സ്റ്റോറിനെ കുറിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മെയിൻ ചാലഞ്ചസ് ആണ്, നമുക്കൊരു മെയിൻ ചാലഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും തന്നെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് വേണം ഇത് ഡിസ്കസ് ചെയ്യാൻ. ഒന്നാമത്തെ ബ്ലോക്കിൽ ചാലഞ്ചസ് ഇംപ്ലിമെന്റേഷൻ എന്നുള്ള ടോപ്പിക് എന്നാണ് ഈ ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡാറ്റ പ്രൈവസി ഈസ് എ റൈസിംഗ് കൺസേണിംഗ് ഇ-കോമേഴ്സ്. Given the customer data table below, identify at least 2 possible points of ethical risk and craft a 5-step application plan to ensure secure and ethical data handling. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇ-കോമേഴ്സ് കണ്ടന്റ് ആണ്, നമ്മുടെ പ്രൈവസിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ എങ്ങനെയാണ് എന്നുള്ളതും ഇത് ഏത് രൂപത്തിലാണ് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടിയാണ് നമ്മളോട് ചോദിക്കുന്നത്. സ്റ്റെപ്പ് ആയിട്ട് തന്നെ ആൻസർ ചെയ്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. കസ്റ്റമർ ഐ ഡിയും അതുപോലെ തന്നെ ഇമെയിലും ഫോൺ നമ്പറും അതുപോലെ തന്നെ പർച്ചേസ് ഹിസ്റ്ററി ലൊക്കേഷൻ ഒക്കെ കണ്ടിട്ട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇത് ബ്ലോക്ക് 3 എന്നുള്ള കൺസ്യൂമർ റൈറ്റ്സും ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു
നോക്കുന്ന വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ റീറ്റെയിലർ in your city has a policy of sourcing 40% of its products from local producers and invest 5% of profit into community development each year. Critically evaluate the impact of these practices on local stakeholders using both qualitative and quantitative arguments. രണ്ട് രൂപത്തിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റിറ്റൈലേഴ്സിന്റെ ഡാറ്റാസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ മാക്സിമം ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ഇത് ബ്ലോക്ക് 10 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. CSR അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള ബ്ലോക്കിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ വരുന്നത് യു ആർ ദ ഇൻവെന്ററി മാനേജർ ഫോർ എ ഫ്രഷ് ഫുഡ് സൂപ്പർ മാർക്കറ്റ്. Based on the table below, recommend 3 best practices for handling perishable items and minimizing loss using ethical and operational reasons. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെന്ററി എത്ര എന്നുള്ളത് തന്നിട്ടുണ്ട്. യൂണിറ്റ് എക്സ്പയർഡ് ലാസ്റ്റ് മന്തിൽ എക്സ്പയർഡ് ആവുന്ന യൂണിറ്റ് എത്രത്തോളം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേയ്സ് ടു എക്സ്പയറി 4 കോളം നമുക്ക് തന്നിട്ട് നമുക്ക് ചെയ്യാം. ബ്ലോക്ക് എഴുതിയുള്ള ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ പെരിഷബിൾ പ്രോഡക്ട്സ് നല്ലൊരു ഭാഗത്തുനിന്നാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വാട്ട് ഈസ് ആൻ ഇൻക്ലൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ്. എന്താണ് ഇൻക്ലൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗീവ് ദ ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ ബിലോ അനലൈസ് ജെൻഡർ ആൻഡ് സോഷ്യൽ റെപ്രസെന്റേഷൻ ആൻഡ് റെക്കമെൻഡ് ടു ഇനിഷ്യേറ്റീവ്സ് ടു എൻഹാൻസ് ഡൈവേഴ്സിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. ഇപ്പൊ ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഇൻക്ലൂഷനും നമ്മൾ എൻഹാൻസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതും നമുക്ക് ഇനിഷ്യേറ്റീവ്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ എഴുതുന്നത്. അപ്പൊ ഇന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്ന സ്റ്റാഫിന്റെ ടോട്ടൽ നമ്പറും അത് എത്ര വുമൺസിന്റെ എത്ര എക്സീസിന്റെ എത്ര ഒബീസിന്റെ എത്ര TW എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഡാറ്റാസ് ഒക്കെ വെച്ചിട്ടാണ് എഴുതാനായിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇത് ബ്ലോക്ക് 9 എന്നുള്ള യൂണിവേഴ്സിറ്റി വർക്കിംഗ് എൻവയോൺമെന്റ് പറയുന്ന ബ്ലോക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത്. 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാക്സിമം നന്നായിട്ട് എല്ലാവരും മാനേജ് ചെയ്യാനായിട്ട് നോക്കുക, നന്നായിട്ട് പഠിച്ചു പോകാനായിട്ട് നോക്കാം. ലെൺവൈസിന്റെ വേണ്ടിയിട്ടുള്ള ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ, എല്ലാവരും പാസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.